ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഈ യൂട്യൂബിനെ കുറിച്ച് തന്നെയാണുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ 2-3 വീഡിയോയിലായിട്ട് ഞാൻ യൂട്യൂബിനെ കുറിച്ച് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ യൂട്യൂബിനെ കുറിച്ച് അധികമായി പറയാൻ വലിയ ആളൊന്നുമല്ല, എന്നാലും എൻ്റെ അനുഭവത്തിലൂടെ എൻ്റെ ചാനലിന് എങ്ങനെ റീച്ച് ഇല്ലാതെ പോയി എന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ റീച്ച് തീരെ കിട്ടിയിരുന്നില്ല, ഇപ്പോഴും കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ മറ്റ് 2 വീഡിയോയും കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ആ വീഡിയോ ആദ്യം കാണുക, എന്നിട്ട് മാത്രം ഈ വീഡിയോ കാണുക. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 3-4 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഒരു പുതിയ ചാനൽ തുടങ്ങി സെറ്റ് ചെയ്തു, നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അടുത്തതായിട്ട് നമ്മളൊരു വീഡിയോ ഇടാൻ പോവാണ്. നമ്മളെ കയ്യിൽ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന്, നമ്മൾ മെയിനായിട്ട് നല്ല ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ കൊടുക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. മലയാളത്തിലെ വീഡിയോ എങ്കിലും മലയാളത്തിൽ കൊടുക്കുക, ഇംഗ്ലീഷിലെ വീഡിയോ എങ്കിലും ഇംഗ്ലീഷിൽ ഫുള്ളായിട്ട് ഇംഗ്ലീഷ് കൊടുക്കാം. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക, ഒന്നത്. പിന്നെ നമ്മൾ വീഡിയോ ഇട്ടു, ടൈറ്റിൽ കൊടുത്തു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഈ വീഡിയോയെ കുറിച്ച് ഇതിൻ്റെ എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് #കൾ ആഡ് ചെയ്യാം. ഏതൊക്കെ റിലേറ്റഡ് ആയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോ കിട്ടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അത് കൊടുക്കുന്നതിൻ്റെ #കൾ കൊടുക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും നമ്മൾ ഈ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ അവർക്ക് റെക്കമെൻഡായിട്ട് പോകുന്നതായിരിക്കും. അതേപോലെ തന്നെ ടാഗുകൾ മാക്സിമം 500 ടാഗോളം കൊടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. മാക്സിമം നമ്മളെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം ടാഗുകൾ നമ്മൾ അവർക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു പേജ് മാക്സിമം റീച്ച് ആവുന്നതായിരിക്കും. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തംബ്നെയിൽ. അതായത് നമ്മുടെ വീഡിയോ ഒരാൾ കാണുന്നത്, ആദ്യമായിട്ട് നമ്മളെ വീഡിയോ അയാൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ ആണ്. നമുക്ക് പിന്നെ പല വീഡിയോസും കാണാം, അതിൽ ഒരു ഫോട്ടോ ഉണ്ടാവും, അതിലിങ്ങനെ വെലിങ്ങനെ അതും ഇതൊക്കെ എഴുതിയിട്ടുള്ള സംഭവം. അതായത് ആ തംബ്നെയില് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരാൾ നമ്മളെ വീഡിയോയിൽ കയറി കാണണമെങ്കിൽ തംബ്നെയിൽ, അതായത് ഫസ്റ്റ് കാണുന്ന അയാളാണ് ഓക്കെ കൊള്ളാമല്ലോ, ഈ വീഡിയോ ഒന്ന് കണ്ടോക്കാം എന്ന് തോന്നുന്ന തരത്തിലുള്ള തംബ്നെയിലുകൾ വേണം നമ്മളെ വീഡിയോക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞത് ഡിസ്ക്രിപ്ഷൻ്റെ പറഞ്ഞു, അതേപോലെ തന്നെ ടാഗിൻ്റെ പറഞ്ഞു, #ടാഗ് പറഞ്ഞു, തംബ്നെയിൽ പറഞ്ഞു. പിന്നെ ടൈറ്റിൽ മലയാളത്തിലും പിന്നെ ഇംഗ്ലീഷിലും കൊടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം. അതേപോലെ തന്നെ മുമ്പ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾ ആ വീഡിയോ എന്തായാലും ഒന്ന് കാണാം. അപ്പോൾ പുതിയ ചാനൽ നമ്മൾ ഓൾറെഡി സെറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുതിയ ചാനൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ഫസ്റ്റ് വീഡിയോ ഇടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ തുടങ്ങിയപാട് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് ചാനൽ റീച്ചായ ആളോ അല്ലെങ്കിൽ ഇത്രയും വലിയ ചാനലിന് അങ്ങനെയൊന്നുമല്ല. ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും റീച്ചാവും, സക്സസ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. പല യൂട്യൂബേഴ്സും പിന്നെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ കുറേ ആൾക്കാരെ വീഡിയോസ് കണ്ടപ്പോൾ അതിലൊക്കെ പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു വീഡിയോ റീച്ചാവും, പെട്ടെന്ന് വൈറലാവും. ആ വീഡിയോ ആയിരിക്കും നമ്മളുടെ സക്സസ്സിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുവരെ ഒരു സക്സസിൻ്റെ ചവിട്ടുപടി എത്തുന്നത് വരെ നമ്മൾ മാക്സിമം വീഡിയോ ഇടുക, അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആരും ഡെസ്പാവേണ്ട ആവശ്യമില്ല, മാക്സിമം വീഡിയോകൾ ഇട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മളെ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ ക്ലിക്കാവുന്നതായിരിക്കും, അത് ഉറപ്പായിട്ടും ക്ലിക്കാവുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഓരോ വീഡിയോ ഇടുന്നതിനനുസരിച്ച് നമ്മൾ വളരെ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടാലും ഇപ്പോൾ വീഡിയോ കണ്ടാലും എന്താ പറയുക, അങ്ങ് ഇങ്ങോളം അന്തരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ ഇപ്പോൾ നിലവിൽ ഞാൻ ചെയ്യുന്ന സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും.
അപ്പോൾ ഈ ഒരു സീരീസ് ഒരു 3 വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്തു. ഈ സീരീസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് കൂടുതലായിട്ട് വലിയ അറിവൊന്നും ഇല്ല ഇതിൽ. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള അറിവുകൾ കണ്ടുപിടിച്ച് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ചെയ്യുക. വലിയ കമൻറ്റുകളൊന്നും കഴിഞ്ഞ വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.